വിളിച്ചു കേട്ട് അവൻ അവളെ നോക്കി. കല്യാണത്തിന്റെ ക്ഷീണം കാരണം കിടന്നാണ്. അപ്പോഴാണ് അവിടെ വിളി വന്ന്. എന്തോ അതി? അതുണ്ടല്ലോ, ഞാനേ ഏട്ടനെ പറ്റിച്ച. എനിക്ക് ഉണ്ണിയേട്ടനെ ആദ്യം ഇഷ്ടമായിരുന്നു. സത്യത്തിൽ അന്നത്തെ ആ മീറ്റ് അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. അപ്പയും അച്ഛയും കൂടി നമ്മളെ കെട്ടിക്കാൻ പ്ലാനിട്ടൊക്കെ എനിക്കറിയായിരുന്നു. നിങ്ങൾ പിന്നെ ആർക്കും പിടിയെടുക്കാൻ നടക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയത്. പിന്നെ വന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്ത് അന്നേനെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്ന അലമ്പല്ലേ, അതാ ഞാൻ മുഖത്തൂങ്ങി നോ പറഞ്ഞ്. അവൾ പറഞ്ഞത് കേട്ട് മിഴിഞ്ഞ കണ്ണുകൾ ചെറിയ വെട്ടത്തിൽ പോലും അവൾ കണ്ടു. അത് കണ്ട അവൾ അവനെ നോക്കി വളിച്ചൊരു ചിരിച്ചു. എടി തുഷ്ടേ! അവളുടെ ചിരി കണ്ട് അവൻ അവളെ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്തു. അന്ന് രാത്രി തന്നെ ഇത്ര ദിവസം ഇട്ട് നടത്തിച്ചതിനൊരു കള്ളച്ചിരിയോടെ അവൻ അവളെ സ്വന്തമാക്കി. 1 മാസത്തെ അവധിക്ക് ശേഷം അവളെ ഫാഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡാക്കി അപ്പോയിന്റ്മെന്റ് ചെയ്തു. അവളുടെ വരവോടെ പല കോൺടെസ്റ്റിലും അവർ വിൻ ചെയ്തു. കല്യാണം കഴിഞ്ഞവരിപ്പോൾ ആരോടും പറയേണ്ടെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അവനായി ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഓഫീസിൽ അവരെ പറ്റിയുള്ള റൂമർ കൂടുന്നുണ്ട്. ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞ വിവരം എല്ലാവരെയും അറിയിച്ചു. അതോടെ ലിംഗഭേദമന്യേ കോഴികൾ കൂടണഞ്ഞു. ആ പിടക്കോഴികളെ തിരിച്ച് കൂട്ടിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഒരിക്കലും ഉണ്ണിമുകുന്ദനെ പോലെ ഇരിക്കുന്ന നിവേദ് വന്നെങ്കിലും ആദിയുടെ അനിയത്തി അശ്വിനെ അവനെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അവൻ ഒറ്റൊരെണ്ണത്തിനെ മൈൻഡ് ചെയ്തില്ല. അതോടെ ഉയർത്തിപ്പൊക്കിയ പ്രണയഹാരം ഒറ്റ നിമിഷത്തിൽ കരിഞ്ഞുണങ്ങിപ്പോയി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 2 കഴിഞ്ഞു. ഈ കൊല്ലം കൊണ്ട് ഓഫീസിലെയും വീട്ടിലെയും എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി ആദ്യ. കുറച്ച് ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ ചെക്കനും പാവാ. എന്തോന്നും മിണ്ടാത്ത്? ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി ഞാനെങ്ങാനും വീട്ടിൽ പോകുമ്പോൾ തകർച്ച കൂട്ടുകാർ വീട്ടിൽ വിളിച്ച് കയറ്റോ? തള തെറിച്ച കൂട്ടുകാരോ? നിന്റെ പൊന്ന ആങ്ങളമാരിലടി അവര്. അങ്ങനെയാണല്ലോ എല്ലാം കൂടി നടപ്പ്. അവൻ ചോദിച്ച് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. ആങ്ങളമാർക്ക് അങ്ങനെ തന്നെയാ, അതിലൊരു മാറ്റമില്ല. പക്ഷെ ഈ കള്ളു കുടിക്കുന്ന പരിപാടി അതിവിടെ നടക്കില്ല. അവർക്കുള്ള ഞാൻ എൻ്റെ നാത്തുമാരോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നിങ്ങൾ കാരണം അവരൊക്കെ പട്ടിണിയെന്നാ അറിവ്. ഒരു കള്ളച്ചിരിയോട് അവൾ പറഞ്ഞു കേട്ട് അവൻ നെഞ്ചിൽ കൈവച്ചു പോയി. അതുകൂടി കേട്ട് അവൾ ഉറക്കെ ചിരിച്ചു. അവളുടെ ചിരി കണ്ട് അവൻ അവളുടെ നേരെ മുഖമടുപ്പിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ചിരി തനിയെ നിലച്ചു. കണ്ണുകൾ ചുറ്റും സഞ്ചരിച്ചു. ആദി, ഇവിടെ നോക്ക്, ഞാൻ ഇവിടെയാ. അവളുടെ മൂക്കിലായി പതിയെ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ഉണ്ണിടാ, ഞാൻ പോട്ടെ, എനിക്ക് വർക്കുണ്ട്. 1/2 മണിക്കൂറിനുള്ളിൽ ഫയൽ കൊടുത്തില്ലെങ്കിൽ എന്നെ കടുവ പിടിക്കും. അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളെ നോക്കി പല്ലുകടിച്ചു. അത് കണ്ട് അവൾ വെളുക്കനെ ചിരിച്ചു. നിന്നെ കടുവ പിടിക്കുമല്ലേ? ഞാൻ കടുവയല്ലേ? അവളുടെ ഇടുപ്പിൽ ഇക്കിളിയിട്ടുണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ മടിയിൽ നിന്നുകൊണ്ട് തന്നെ അവൾ കുതറിക്കൊണ്ട് ചിരിച്ചു. ഇനി പറയില്ല, വീട് ചിരിപ്പിക്കല്ലേ എന്നൊക്കെ ആവുന്നതും പറയുന്നുണ്ട് ആൾ. പക്ഷെ ആര് കേൾക്കാൻ? അവസാനം ചിരിച്ചിരിച്ച് കണ്ണ് നിറഞ്ഞപ്പോൾ അവൻ അവളെ ഇക്കിളിയിൽ നിന്ന് നിർത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇനി പറ, ഞാൻ കടുവയാണോ? അവന് നേരെ മുഖം വീർപ്പിച്ചിരിക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു. കടുവയല്ല, കള്ളനാ, രാത്രി കക്കം വരുന്ന കള്ളൻ. ചുണ്ടുകൂർപ്പിച്ച് പറയുന്നവളെ കണ്ട് അവൻ ചിരിയോട് അവളുടെ അധരങ്ങൾ കവർന്നെടുത്തു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ചുണ്ടിൻ്റെ ചലനത്തിൽ അവൾ അടിമപ്പെട്ടു പോയി. അവൻ്റെ കൈകളും ചുണ്ടുകളും നാവും ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പരസ്പര ഉമിനീരുകൾ കൂടിക്കലർന്നു, നാവുകൾ ഇഴചേർന്നു. അവൻ്റെ കൈകൾ അവളുടെ സാരിക്കിടയിൽ കാണുന്ന അണിവരയിലൂടെ സഞ്ചരിച്ച് പൊക്കിൽ ചുഴിയുടെ ആഴമളന്നു. പെട്ടെന്നാണ് അവൾ അവൻ്റെ നാവിൽ നിന്ന് നാവുകളെ മോചിപ്പിച്ച് കൂടെ വേഗം തന്നെ അവൻ്റെ കീഴ്ചുണ്ടിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി. ഉമിനീരിനാൽ മൃദുലമായിരുന്ന അവൻ്റെ ആ അധരങ്ങൾ അവളുടെ ആ പ്രവൃത്തിയിൽ രക്തവർണം വിതച്ചു. അതിൻ്റെ ഫലമായി അവൻ്റെ വായിൽ നിന്ന് ആ എന്നൊരു ശബ്ദം പുറത്തു വന്നു. ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്ന് അകന്നു മാറി ഡോറിനടുത്തായി വന്നു നിന്നു. ആദി, മര്യാദക്ക് വന്നോട്ടോ, ഇല്ലെങ്കിൽ നിനക്ക് ഉറക്കമില്ല. തുടങ്ങി വെച്ചത് പകുതിക്ക് വെച്ചെന്നതിൻ്റെ ദേഷ്യവും കിട്ടിയ കടിയുടെ ഈർഷ്യയും കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വരലും ഉറക്കം കടയിലൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അവൾ പറഞ്ഞു കേട്ട് അവൻ്റെ നെറ്റി ഒളിഞ്ഞു. ചുളിക്കാൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറ, ഞാൻ കാര്യം ചോദിക്കട്ടെ? അവൾ വീണ്ടും ആവർത്തിച്ചു. അവനായെന്ന് തലയാട്ടി. എന്നെയാണോ, എൻ്റെ വയറ്റിൽ വളരുന്ന 1.5 മാസം പ്രായമുള്ള നമ്മുടെ കുഞ്ഞിനെയാണോ ഉണ്ണിയേട്ടന് കൂടുതൽ ഇഷ്ടം? അത് പിന്നെ എന്തോന്ന് റിയലി? കള്ളച്ചിരിയോടെ അവൻ എന്നെ നോക്കി ചുണ്ടും കടിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ കണ്ണു മിഴിച്ച് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. ഉണ്ണിയേട്ടനെ എന്നെയാണോ നമ്മുടെ കുഞ്ഞിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന്? അവൻ്റെ ആശ്ചര്യം നിറഞ്ഞ മുഖം കണ്ട് അവൾ വീണ്ടും അവനോട് ചോദിച്ചു. അടുത്ത നിമിഷം അവൻ കാറ്റുപോലെ പാഞ്ഞു ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ അധരങ്ങൾ പതിപ്പിച്ചു. അവൻ്റെ കരവലയത്തിൽ നിറഞ്ഞ മനസ്സോടെ അവർ നിന്നു. അവരെങ്ങനെ പ്രണയിക്കട്ടെ അല്ലേ? അവർ പ്രണയിച്ചുകൊണ്ടേയിരിക്കട്ടെ.